ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ ആയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 8 അടുത്ത് തന്നെ ഏതാനും എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഭവം എന്തായാലും ലോഞ്ച് ആകാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഫൈനൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇപ്പം വന്നിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 99% ഇതിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും വന്നിരിക്കും, അപ്പിയർ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ലിസ്റ്റാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ ഡീപ്പ് അനാലിസിസും റിസർച്ചിൻ്റെയും ഭാഗമായിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ലിസ്റ്റാണിത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ആരാണെന്ന്. ഹാ, റോഷൻ ബഷീർ. ആരാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വരുൺ ദിവാകരൻ. ദൃശ്യം 1 വന്നിട്ട് അപ്രതീക്ഷിതമായി പോയ ഡിസപ്പിയർ ആയിപ്പോയ നമ്മുടെ റോഷൻ ബഷീറാണ് ഇതിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് വരുൺ പ്രഭാകരനെ കാണാനില്ല. അപ്പോൾ ഈ ഒരു ദൃശ്യത്തിലൂടെ അല്ല, ഈ ഒരു ബിഗ് ബോസിലൂടെ ലാലേട്ടൻ്റെ അടുത്തോട്ടേക്ക് നമ്മുടെ റോഷൻ ബഷീർ എത്തുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 99 100% ഉറപ്പാണ്. നമുക്ക് അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. അടുത്ത ആൾ എന്താണ് ഗൈസ്, വരുന്നില്ലല്ലോ. അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപർണ തോമസിൻ്റെ പേരാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഇപ്പം അടുത്ത് കുറച്ച് കോൺട്രവേഴ്സിയിലൊക്കെ അപർണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അനാവശ്യ കോൺട്രവേഴ്സിയാണ്, അതിലുള്ള കാര്യമായിട്ട് ഒന്നുമില്ല, വിവരക്കേടാണ് പല ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വന്ന പാട് തന്നെ അങ്ങ് പോയി. അപ്പോൾ അപർണ ഇതിൽ വരാനുള്ള സാധ്യത വലിയ രീതിയിൽ കാണുന്നുണ്ട്. അപർണയോ ജീവയോ ഇതിൽ ആരെങ്കിലും ഒരാൾ എന്തായാലും ഈ ഷോയിൽ അപ്പിയർ ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. മിക്കവാറും ചിലപ്പം ജീവിയായിരിക്കും, ചിലപ്പോൾ അപർണയായിരിക്കും. ഇതിൽ ആരെങ്കിലും 50-50 ആണ് കേട്ടോ. 50-50 ചാൻസസ് ആണ് വരാനുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല മുരളി. ഇവരെ കുറച്ച് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വരും, സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന അധികം അപ്പിയർ ചെയ്ത ആൾക്കാരുടെ ഇടയിൽ എക്സ്പോസ് ആവാത്ത, അതായത് അധികം ആൾക്കാരുടെ ഇടയിൽ ക്യാരക്ടർ എക്സ്പോസ് ആവാത്ത ആൾക്കാരെയാണ് ഇവരെപ്പോഴും ചൂസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീസൺ 1 മാത്രമേ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെടുത്തു കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാർക്ക് അത്ര പരിചയമില്ലാത്ത ഒരു 70% ആൾക്കാരും ആൾക്കാർക്ക് നല്ല രീതിയിൽ പരിചയമുള്ള ഒരു 30% ആൾക്കാരുമാണ് ബിഗ് ബോസിൽ സാധാരണ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ന പ്രസാദാണ്. നമ്മുടെ D4 ഡാൻസിലൂടെ വന്ന ഡാൻസ് താരം. ഈ അടുത്ത് അമേരിക്കയിലൊക്കെ ഒരു ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, ഡാൻസ് പിന്നെ കുറച്ച് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ പുള്ളിക്കാരിയും ഇതിൽ വരാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ലോക്ക് ചെയ്യാം. എൻ്റെ അമ്മോ, ജാസി ആണല്ലോ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ജാസി മിക്കവാറും കയറും. ജാസി കയറാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ജാസി കയറുകയാണെങ്കിൽ ഇവർ കുത്തിക്കയറ്റാൻ സാധ്യതയുള്ള വേറൊരാളുണ്ട്. അവരെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ടയും ജാസിയും കയറും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഈ രണ്ടാൾക്കാരും എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചു സുധി, നമ്മുടെ സുധിയുടെ മകനായ കിച്ചു സുധി ഇതിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ സുധി ഉണ്ടായിരുന്നത് സ്റ്റാർ മാജിക്കിലാണല്ലോ. അതിലത്തെ ഒരു താരമായ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര വരൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീരവാദം ഇളക്കിയിട്ടുള്ള പല ആൾക്കാരെയും നമുക്കറിയാം. അഖിൽമാരൊക്കെ അതുമാതിരി രീതിയിൽ ബിഗ് ബോസിനെ അപമാനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ടാണ് നാണയില്ലാണ്ട് അവിടെ പോയി കപ്പും വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ പറയും. ലക്ഷ്മി നക്ഷത്രം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വരാനുള്ള ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു സിനിമാ താരത്തിൻ്റെ പേരാണ് ഇവിടെ വന്ന് കാണുന്നത്. നല്ല രീതിയിൽ നല്ല ക്ലാസിക് ആയിട്ടുള്ള കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകൾ, അതുപോലെ ഒരുപാട് നല്ല കാമിനി കലഹം ആ സിനിമയിലൊക്കെ വന്നിട്ടുള്ള നമ്മുടെ ഗ്രേസ് ആൻ്റണി റോഷാക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസ് ഇതുപോലെ ഒരു മിനി സ്ക്രീനിൽ വന്നൊരു അപ്പിയറൻസ് നടത്താനുള്ള സാധ്യത വളരെ അധികമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രേസിൻ്റെ ഒരു ചാൻസ് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഗ്രേസ് എന്തായാലും ഉണ്ടാകും. ഗ്രേസ് സിനിമാ ഫീൽഡിൽ നിന്നുള്ള മെയിൻ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേസാണ്. വേറൊരാളും കൂടി ഉണ്ട് സിനിമാ ഫീൽഡിലുള്ള. അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ഘാടനങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പം വളരെ അധികം ലൈം ലൈറ്റിൽ നിൽക്കുന്ന നമ്മുടെ അന്നാരാജനാണ്. അതായത് അങ്കമാലി ഡയറീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ലച്ചു. അന്നാരാജൻ വരാനുള്ള ചാൻസ് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഗായത്രി സുരേഷിൻ്റെ ചാൻസും വളരെ ഹൈ ആണ്. ഇവർ രണ്ടാളും ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.
അതുപോലെ മലയാളി ഹൗസ് വിന്നറായ ഒരു മനുഷ്യൻ ഇതിലോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറഞ്ഞ് സാമർത്ഥ്യത്തിലൂടെ തോൽപ്പിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഇതിലോട്ടേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വറാണ്. കഴിവുണ്ട് എന്നല്ല പറയുന്നത്, വർത്തമാനം പറഞ്ഞ ആൾക്കാർ ഇതാക്കാനുള്ള സംഭവം രാഹുൽ ഈശ്വറിന് ഈ ഒരു കാറ്റഗറിയിൽ കൂടുതലാണ്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ അതിന് മുകളിൽ ചീട്ടിടാൻ പറ്റുന്ന ഒരാൾ വന്നിരിക്കണം. അതുപോലെ തന്നെ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ കുറച്ചു കാലം മുമ്പ് സ്ട്രോങ്ലി ബിലീവ് ചെയ്തതാണ്. പക്ഷേ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുള്ള വലിയൊരു താരം നാറി പരിപാടി തീർന്നതിന് ശേഷം പുള്ളിക്കാരൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ തൊപ്പി ആയാലും ഷമീർ ആയാലും ആരും തന്നെ, മമ്മു ആണെങ്കിലും ആരും തന്നെ ഇതിലോട്ടേക്ക് കയറ്റി വിടാൻ പറ്റുന്ന ലെവലിലുള്ള ആൾക്കാരായിട്ട് അവരുടെ പുറത്തുള്ള പ്രവൃത്തി കാരണം തോന്നുന്നില്ല. ഇപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലോട്ടേക്ക് പോകുന്നതായിരിക്കും പുള്ളിയുടെ പരിപാടി. മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ യൂട്യൂബ് ചാനൽ അടിച്ചു പോവുകയും ചെയ്തു, ഇൻസ്റ്റാഗ്രാമും പോയി. ഇനിയിപ്പോൾ എന്ത് പണി ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് വരും എന്നുള്ള ഒരുവിധ ഐഡിയയും ഇല്ല മക്കളെ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ അതിനെക്കുറിച്ചാണ്, കാണാൻ താല്പര്യമുള്ള ആൾക്കാർ പ്ലീസ് ടു കാണും. ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വീക്ക്ലി നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ എപ്പിസോഡിൻ്റെയും റിവ്യൂ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കാണാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഓണാക്കി വെച്ചോ. നിങ്ങളുടെ കമൻസ് ഇടൂ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അയച്ചാൽ മതി, ഞാൻ ഇതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 99% നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്തായാലും നോക്കാം ഇത് വരുമ്പോൾ. അതുപോലെ തന്നെ കുറേ സ്ട്രേഞ്ചേഴ്സ് ഇതിൽ കയറാൻ സാധ്യതയുണ്ട്. 3 സ്ട്രേഞ്ചറെങ്കിലും കയറുന്നുള്ള അറിവാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് നോക്കിയിരുന്ന് കാണാം. ഒന്നൊന്നുമല്ല, എന്തായാലും 2-3 ആൾക്കാർ കയറാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.